പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസിന്റെ മേൽക്കൂര ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ഇവിടെ പതിവാണ്. മേൽക്കൂരയിലെ തുരുമ്പെടുത്ത കമ്പി വരെ ഇപ്പോൾ പുറത്തു കാണാം. ഭാരമേറിയ കോൺക്രീറ്റ് പാളി വീണ് പരിക്കേൽക്കുമോ എന്ന ഭയമാണ് ഇവിടെ എത്തുന്ന നാട്ടുകാർക്കും ഓഫീസ് ജീവനക്കാർക്കും ഉള്ളത്. ദൈനംദിനം 50 പേരെങ്കിലും കടന്നു വരുന്ന ഒരു ഓഫീസാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസ്. 50 വർഷം അടുപ്പിച്ച് പഴക്കമുള്ള ഈ കെട്ടിടം ഇപ്പം പൊളിഞ്ഞു വീഴാത്തത് ഇതിന്റെ മണ്ടയ്ക്കൊരു റൂഫിംഗ് കൂടെ ഉണ്ടായിക്കൊണ്ടാണ്. പാളിയായിട്ട് സിമെന്റ് കഷ്ണങ്ങൾ ഇളകി വീഴുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ കൺമുൻപിൽ തന്നെ കണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് 45 ലക്ഷം രൂപ റീബിൽഡ് കേരളയിൽ അനുവദിച്ച വില്ലേജ് ഓഫീസ് പണിയാൻ സാഹചര്യം ഉള്ളപ്പോൾ സർക്കാർ അടിയന്തരമായി ഭൂമി കണ്ടെത്തി ഒരു പുതിയ വില്ലേജ് ഓഫീസ് ഈ നമ്മുടെ നാട്ടിലേക്ക് പണിയണമെന്നാണ്. അല്ലാത്ത പക്ഷം ഒരു അപകടമുണ്ടാകുന്ന മുറയ്ക്ക് മാത്രം ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന് മാത്രമാണ്. നിരവധി തവണ ഉദ്യോഗസ്ഥർ സ്വന്തം ചെലവിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. പരാതികളെ തുടർന്ന് റവന്യൂ വകുപ്പ് വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടം ഒന്ന് പെയിന്റ് ചെയ്തു എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. പുതിയ കെട്ടിടം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. അടർന്നു വീഴാറായ മേൽക്കൂര നോക്കി ആശങ്കയോടെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.